അസ്സലാമു അലൈക്കും ഗൈസ്. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം കേട്ടോ. കാരണം എൻ്റെ ബ്രദർ നാട്ടിൽ നിന്ന് വരികയാണേ. അപ്പം ഞാൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകാം കേട്ടോ. ഞാൻ ദുബായിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ലേഡി ഡ്രൈവ് ചെയ്യുന്ന ടാക്സിയിൽ കയറുന്നത്. അസ്സലാമു അലൈക്കും യാ ഹബീബി, വെൽക്കം ടു ദുബായ്. എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോയതിന് ശേഷം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്കായതുപോലെ ഒരു ഫീലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറപ്പുകളെ പോലെ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം കേട്ടോ. മാഷാ അല്ലാഹ്. ഇത് പ്രധാനപ്പെട്ട ചടങ്ങാണ്, നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പെട്ടി പൊട്ടിക്കൽ. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഹസ്ബൻഡും വീട്ടിൽ നിന്നുള്ളവരൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, എന്നാലും അത് പൊട്ടിച്ച് കിട്ടിയപ്പോഴേ ശരിക്കും ചെറുതായിട്ട് കരച്ചിലൊക്കെ വന്നു കേട്ടോ. ഇത് ബേക്കറി ഐറ്റംസ് ആണ്, നമ്മുടെ ചക്ക ചിപ്സ്, പിന്നെ അല്ലാത്ത ചിപ്സ്, ഹലുവ, അങ്ങനത്തെയൊക്കെ. പിന്നെ ഇത് പൊടികൾ കേട്ടോ, സ്പൈസസ് ഒക്കെ. അത് പിന്നെ ഉമ്മ നോമ്പായത് കൊണ്ട് കൂവപ്പൊടി കൊടുത്തു വിട്ടു കേട്ടോ, കൂവപ്പൊടി. പിന്നെ പ്രധാനപ്പെട്ട ആൾ ബീഫ്. പിന്നെ ചക്ക ഉണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് എപ്പോഴും ആരെങ്കിലും വരുമ്പോൾ എന്താ കൊണ്ടുവരണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്ഥിരം പറയുന്ന രണ്ട് സാധനങ്ങളാണ് ബീഫും ചക്ക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇവിടെ ഭയങ്കര റേറ്റാണ് ചക്കക്ക്. അതുമാത്രമല്ല ബീഫ് ഇവിടെ നമുക്ക് നാട്ടിലുള്ള ബീഫ് കിട്ടൂലല്ലോ, അതുകൊണ്ട് അതെപ്പോഴും മിസ് ചെയ്യലുണ്ടേ. നോമ്പ് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ പെട്ടി പൊട്ടിച്ചത്. അങ്ങനെ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പുറത്ത് പോകാനുണ്ടായിരുന്നു. പുറത്തൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ബീഫൊന്ന് പൊട്ടിച്ച് നോക്കി കേട്ടോ. ബീഫിൻ്റെ സ്ഥിതി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബീഫൊന്ന് പൊട്ടിച്ച് നോക്കി. ഇങ്ങനെ സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം കിട്ടുമല്ലേ പ്രവാസികൾക്ക്. അങ്ങനെ വല്ലാത്തൊരു ആനന്ദത്തിലായിരുന്നു ഒന്ന്. അൽഹംദുലില്ലാ.